ഹലോ. അപ്പോൾ എല്ലാവരും തമ്പ്നെയിൽ കണ്ടിട്ട് വന്നിരിക്കുകയായിരിക്കുമല്ലേ. തമ്പ്നെയിൽ കണ്ടപ്പോൾ ഇതെന്തത് കലണ്ടർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കലണ്ടറൊക്കെ ഉണ്ടാക്കാൻ പറ്റണേ എന്നൊക്കെ കുറേ ഡൗട്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു കലണ്ടർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് നമ്മുടെ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് അത് കൊള്ളാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ കേട്ടോ. ഒരു ദിവസം പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഈ സംഭവം ഇരിക്കണു. ഇതൊക്കെ എന്താ കലണ്ടറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനും വിചാരിച്ചു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ കൊള്ളാലോ എന്ന്. അപ്പോൾ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് നമ്മളിതിങ്ങനെ എനിക്ക് വേണ്ട ഷേപ്പിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ അവർ ചെയ്യണ കണ്ടു കേട്ടോ. കുറേ ഫോട്ടോസ് റെഫർ ചെയ്തു. ലാസ്റ്റേക്ക് ഇഷ്ടമായത് ഈ ഒരു ഷേപ്പാണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അതാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഉണ്ടാക്കി തന്നെ അതല്ലേ, ഉണ്ടാക്കി വെക്കാം. ക്ലേ കൊണ്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് വേഗം ശരിയാവുമൊന്നുമില്ല, എന്നാലും കുറച്ച് ടൈം പിടിക്കും. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കളർ കൊടുക്കണം, എങ്ങനത്തെ ഷേപ്പ് വേണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയേക്കുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കത് യൂസ്ഫുള്ളാണെങ്കിൽ യൂസ്ഫുള്ളാവട്ടെ. അപ്പം ഞാൻ കുറച്ച് നമുക്കതിന് ക്യൂബോർഡൊക്കെ വേണം അതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോഴേക്ക് എന്തൊക്കെ ഉണ്ടാക്കണേ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടിരിക്കും. നമ്മൾ ഡെസ്കിലൊക്കെ വെക്കാൻ നല്ല രസമാണ്. നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടാണ്. നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അത് കാണുമ്പോൾ എളുപ്പമാണ്, നല്ല രസമുണ്ടല്ലോ ഉണ്ടാക്കാൻ എന്നൊക്കെ തോന്നും. പക്ഷെ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലേ ഇങ്ങോട്ടാക്കുമ്പോൾ ക്ലേ അങ്ങോട്ട് പോകും. കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയി. അതിനധികം വെള്ളം എടുത്തൊന്നും ഒഴിക്കരുത് കേട്ടോ. കുറച്ചൊരു വെള്ളം കുറച്ചിട്ടൊക്കെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉള്ളതൊക്കെ എടുത്തൊഴിച്ച് ആകെ നശിപ്പിച്ചു. അതിന് സൈഡിൽ ഞാൻ എന്തായാലും ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലേ കൊണ്ട് ചെയ്തിട്ട് എൻ്റെ കൈയുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്, കണ്ടിട്ട് പേടിക്കേണ്ട. പക്ഷെ അത് കഴിയാൻ പോകും കേട്ടോ. അത് വെറുതെ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളൂ, ഒരു ചൊറി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും സൈഡിൽ കഴിയുക കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. ക്ലേ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ക്ലേ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇത് ക്ലേ കൊണ്ട് ചെയ്യണോണ്ട് കുറേ ടൈം എടുക്കും ഡ്രൈ ആവാനൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ. പൂ പോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ തണ്ട് പോലെയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. ഇത് 2 വട്ടം ചെയ്തിട്ടാണ് ശരിയായത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെള്ളം കൊണ്ട് ഷേപ്പ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ഉണ്ടാക്കി. എന്നാലും ഞാൻ വെറുതെ വിട്ടില്ല, വീണ്ടും ഉണ്ടാക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വർക്ക്. കുറച്ച് നേരം അധികം നേരം ഇരുന്നിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോസ് എടുക്കുക. അപ്പോൾ ആ വെയിലത്തൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എടുക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇത് ശരിയാവാണ്ടാവുമ്പോൾ ദേഷ്യവും വരുന്നുണ്ട്. വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിച്ചൊക്കെ എടുക്കണതാണ് കേട്ടോ. നമുക്ക് നേരത്തെ എടുത്ത ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് വേണ്ടത്. അതിനുള്ളിൽ നമുക്കൊരു ഹോള് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഈ നൈഫ് വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ക്ലേ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഫോണിൻ്റെ സ്പേസ് കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറേ ക്ലിപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനൊന്നും എടുത്തതൊന്നും വലിയ യൂസ്ഫുള്ളും അല്ല. അപ്പോൾ വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാർട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യൂബ്, പിന്നെ അതിന് വെക്കാൻ കൈ, പിന്നെ തലയിൽ വെക്കണ ഈ സാധനം അങ്ങനെ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് അത്ര കറക്റ്റായിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് വളവൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പിക്ചറിൽ ഇതിന് കുറച്ച് വളവുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരുമാതിരി അതിൻ്റെ ഒരു അസുഖം വന്ന ആളെ പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊരുമാതിരി താറാവ് കുട്ടിയുടെ പോലെയാണ് ആ ഒരു പിക്ചറിൽ. ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, വേറെ മുയിലും കുട്ടിയാവും, പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മെഫി എൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മെഫിയുടെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നേ, താങ്ക് യു. പിന്നെ നമ്മൾ ഇതിൻ്റെ കാര്യം വിട്ടുപോയില്ലേ, മെഫിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. പിന്നെ ബീക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാധനമൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഇതിന് കിടക്കുന്നുണ്ടോയെന്നൊക്കെ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ സാധനം എടുക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സ്മൂത്ത് ചെയ്താകെ ഉള്ള ഷേപ്പും കൂടി കളഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയ്ക്കും വേണമെന്നില്ല. ചെയ്തിട്ട് ഞാൻ ആ ഒരു കൈയൊക്കെ ഒടിഞ്ഞു പോയിട്ടോ. ഞാൻ ഫെവിക്കോൾ ചൊട്ടിച്ചില്ല. അത് ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ ചൊട്ടിക്കുമ്പോൾ നല്ലത്. ഉണങ്ങി കഴിയുമ്പോൾ അത് ഊരിപ്പോന്നു. അപ്പോൾ വീണ്ടും ഒട്ടിച്ചു കൊടുത്തു. സംഭവം പ്രശ്നമൊന്നുമില്ല. ഇന്നൊക്കെ പെയിൻറ്റ് അടിക്കുക. ഗോൾഡൻ യെല്ലോ എടുത്തിട്ടാണ് അടിക്കണത്. ഈ പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റേതിൻ്റെ ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. ഇതിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും കേട്ടോ. ഞാൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്ലേയുടെ മേലെ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് ഒരു വട്ടം അടിച്ചിട്ട് ഈ യെല്ലോ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. പ്രശ്നമില്ല. ഞാൻ ഈ ഒരു ക്ലേ വൈറ്റ് കളർ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ യെല്ലോ കളർ എടുത്ത് അടിച്ചു കൊടുക്കുന്നത്. ഇതൊരു കോട്ടന്നെ കട്ടിക്ക് അടിച്ചു കൊടുത്തപ്പോൾ പിന്നെ നല്ല കളറായി. എന്നാലും ഒരു ജസ്റ്റ് ഒരു ടച്ചപ്പിന് രണ്ടാമതൊരു കോട്ട അടിച്ചു കൊടുത്തു കേട്ടോ. അത്രയൊക്കെ മതി, ഒരുപാടൊന്നും വേണമെന്നില്ല. നന്നായി ഫിനിഷിങ് വന്നിട്ടുണ്ട്. പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് എൻ്റെ വോയിസ് ഓവർ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കുറേ നേരം ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ബീക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ രീതിയിലായാലും ചെയ്യാം. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ റെഫർ ചെയ്ത പിക്ചറിലും ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. വേറെ കുറച്ച് കളേഴ്സും ഉണ്ട് കേട്ടോ.
ഉള്ളതിലേക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അപ്പോൾ ഇത് തന്നെ എടുത്തു. എനിക്ക് കുറച്ചുകൂടി ഈ പെയിൻ്റ് അടിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ തലയിൽ വെച്ച പൂ പോലത്തെ സാധനത്തിന് നമ്മൾ ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. സാപ്പ് ഗ്രീനാണ്, സാധാ ഗ്രീൻ അല്ല. എന്നൊക്കെ ഇഷ്ടമുള്ള കളർ കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് ഈ കളർ കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ ഇത് തന്നെ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സ്. മറ്റേ ക്ലേ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈ വർക്കിൽ എനിക്ക് ഈ പെയിൻ്റ് അടിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. സാധാരണ എനിക്ക് ഈ ക്ലേ കൊണ്ട് വർക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം. പിന്നെ നമുക്ക് കണ്ണൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കൊണ്ട് വർക്ക് ചെയ്യണവർക്ക് ഒരുപാട് ടൂൾസൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ കുറച്ച് ടൂൾസൊക്കെ ഉണ്ട്, അതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ എന്നാലും കുറേ ടൂൾസ് അവൈലബിൾ. ഞാൻ അത്രയൊന്നും മേടിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ അത്രയും ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഈ പേനും പെൻസിലും ബ്രഷൊക്കെ വെച്ചിട്ടാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മതി, നമുക്ക് ഒരുപാട് ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ക്യൂബിലും ക്യൂബോർഡിലൊക്കെ ഞാൻ മറ്റേ മന്ത്സും ഡേറ്റും ഒക്കെ നമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ക്യൂബ് അതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കേണ്ടി വന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യൂബ് ഒരെണ്ണം വെക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കിയുള്ള ക്യൂബോയിഡൊക്കെ മാറ്റി സൂക്ഷിച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓരോന്നായിട്ട് കാണും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുള്ളതും അതിൻ്റെ ഇടയിലുള്ളതൊക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഈസിയാണ്, നല്ല ക്യൂട്ടായിരിക്കും. നമ്മുടെ ഡെസ്കിൻ്റെ മേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണമെങ്കിൽ അതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഇട്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. എനിക്ക് ഫോണിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ട് കുറേ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും അത്യാവശ്യം നല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമെന്നാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്